ഹലോ വെൽക്കം ടു ഫാമിലി കറി വേൾഡ്. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഷാപ്പിലെ കറി വീട്ടിൽ. അതെ, മാർക്കറ്റിൽ പോയപ്പോൾ നല്ല സാൽമണിൻ്റെ 4 തല കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഒരു തലക്കറി. അപ്പം നോക്കിയാലോ. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു വലിയ ചട്ടി എടുത്തിട്ട് തീരി വയ്ക്കുക. എന്നിട്ട് അതിൽ 3 ടേബിൾ സ്പൂൺ നല്ല പച്ച വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഒഴിക്കുക. ഇവിടെ തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് വെളിച്ചെണ്ണ കുറച്ച് കട്ട പിടിച്ചിട്ട്, കുറച്ചല്ല നല്ല രീതിയിൽ കട്ട പിടിച്ചിട്ടുള്ളത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുക്കേണ്ടത്. 8 അല്ലി വലിയ വെളുത്തുള്ളിയാണ്, അത് ചതച്ചത്. ഇനി 4 ടേബിൾ സ്പൂണ് ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ല പോലെ വെളിച്ചെണ്ണയിൽ കിടന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ടൊരു പച്ച മണമൊക്കെ മാറി വരണം ഇതിന്. അപ്പോൾ ഇത് നല്ലപോലെ ചൂടായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 7 ടേബിൾ സ്പൂൺ ചെറിയുള്ളി അരച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. 7 ടേബിൾ സ്പൂൺ ചെറിയുള്ളി. ഇത് കൂടാതെ നമ്മൾ 35ഓളം ചെറിയുള്ളി നടുവെ പിളർന്നിട്ട് അതും നമ്മൾ ചേർത്ത് കൊടുക്കണം. ഈ തലക്കറി വെക്കുമ്പോൾ, മീനിന് തലക്കറി വെക്കുമ്പോൾ നമ്മൾ ചെറിയുള്ളി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ പിന്നെയും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ മൂപ്പിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് മസാല അടി പിടിച്ചു പോകാനും ചാൻസ് ഉണ്ട്. കൂടാതെ നമ്മൾ ഇതിലോട്ട് ഒരു ചെറിയ സൈസ് വലിയ ഉള്ളി കൂടി എന്താ പറയുക, ചെറുങ്ങനെ മുറിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇപ്പം ലാസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ ആദ്യം നമ്മൾ 3 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഒരു 8 പച്ചമുളക് കൂടി നടുവ് കീറിയിട്ടുള്ളത് ചേർത്ത്. ഇനി ഇതിലോട്ട് നമുക്ക് 2 സാമാന്യം വലിപ്പമുള്ള തക്കാളി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി പിന്നെയും നല്ലപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഈ കാണുന്നത് ടൊമാറ്റോ പൾപ്പാണ്. ഇതിവിടെ ഇങ്ങനെ ടിന്നിൽ കിട്ടും. നാട്ടിലിപ്പം എന്തായാലും ഇങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുന്നേ 2 സാമാന്യം വലിപ്പമുള്ള തക്കാളി ചേർത്തിട്ടുണ്ട്. അത് കൂടാതെ നമ്മൾ ഇതിലോട്ട് 3 ടേബിൾ സ്പൂണ് ടൊമാറ്റോയുടെ പൾപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ടൊമാറ്റോ പൾപ്പ് കൂടി ചേർത്തിട്ട് പിന്നെയും വഴറ്റുക. അതിനുശേഷം 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂണ് മുളക് പൊടി കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ 3 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡറൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി വന്നു. ഇനി അതിന് ശേഷം 1.5 ടീസ്പൂണ് ഉലുവ പൊടിച്ചതും 5 ടീസ്പൂണ് മല്ലി പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. പൊടിച്ചതും മല്ലി പൊടിച്ചതും ഒക്കെ ആ മസാലയിൽ പിടിക്കാൻ വേണ്ടി നല്ലപോലെ പിന്നെയും വഴറ്റിയെടുക്കുക. ഇപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഉലുവ പൊടിച്ചതും മല്ലി പൊടിച്ചതും പിന്നെ എല്ലാത്തിൻ്റെയും കൂടി ചേർന്ന് നല്ലൊരു മണം വരുന്നുണ്ട്. ഇതിങ്ങനെയും കഴിക്കാം നമുക്ക്. ഇപ്പോൾ നമുക്ക് തലക്കറി വേണമല്ലോ. അപ്പോൾ ഇതിലോട്ട് നമ്മൾ 1 നാരങ്ങ വലിപ്പത്തിലുള്ള വാളംപുളിയുടെ വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ഈ മസാല നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പുളിവെള്ളവും മസാലയൊക്കെ നല്ലപോലെ ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ചുകൂടി വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. 4 തലയോളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 4 തലയും മുങ്ങി നിൽക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കും. ഇപ്പം നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉപ്പാണ്. അപ്പോൾ ഉപ്പ് ഇട്ടതിനേക്കാളും കുറച്ചുകൂടി എന്തായാലും വേണം. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം കുറച്ചുകൂടി ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ വെള്ളമൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്തിട്ടാണ്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഇത് വേവാൻ വയ്ക്കുക. ഈ വെള്ളത്തിൽ കിടന്ന് മസാല നല്ലപോലെ ഒന്ന് വെന്ത് വരണം. ഇത്രയും നേരം നമ്മൾ മസാല വഴറ്റുന്നതൊക്കെ മീഡിയം ഫ്ലെയിമിലായിരുന്നു. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് മാറ്റുക. ഇപ്പോൾ ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ താരത്തിനങ്ങ് ചേർത്ത് കൊടുക്കാം അല്ലേ. യെസ്, നല്ല സാൽമണിൻ്റെ തല കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇന്നത്തെ താരം.
ഇപ്പം നമ്മൾ താരത്തിനെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അമ്മ ഇതിന് 4 തല അടങ്ങുക നോക്കാം. നാല് തല കറക്റ്റായിട്ട് അതിൽ കൊടുക്കും. നാല് സാൽമണിൻ്റെ തലയും ഈ മസാലയിൽ ഇട്ടു. ഇനി നമുക്ക് മേൽഭാഗമില്ല അതിലിട്ട് കുറച്ച് മസാല നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ഉൾഭാഗത്തിൽ ഒഴിച്ചു കൊടുക്കാം. എന്നാലാണ് നമുക്ക് ഈ മീൻ മസാലയിൽ കിടന്ന് നല്ലപോലെ വെന്ത് വരുള്ളൂ. അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ മസാല നല്ലപോലെ ഇറങ്ങിച്ചേരുള്ളൂ. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റോളം കഴിഞ്ഞ് ഒരു ഭാഗം ഒന്ന് സെറ്റായി എന്നാണ് തോന്നുന്നത്. ആയിട്ടില്ല എന്നാലും. അപ്പോൾ അതുകൊണ്ടൊന്ന് മറ്റേ സൈഡോടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ ഒട്ടും കുറക്കണ്ട, അങ്ങ് നല്ല പോലെ അങ്ങ് ചാമ്പിക്കോ. ഒരു പ്രാവശ്യം മറിച്ചിട്ടതായിരുന്നു, പിന്നെയും മറ്റേ സൈഡിൽ മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഷാപ്പിലെ കറി നമുക്ക് വീട്ടിലുണ്ടാക്കി നോക്കാം മക്കളെ. അടിപൊളി ടേസ്റ്റാണ്. ഇതെൻ്റെ അമ്മ ഉണ്ടാക്കിയോണ്ട് പറയല്ല, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. പിന്നെ മീനിൻ്റെ തലയൊക്കെ എല്ലാവരും വാങ്ങി കഴിക്കുമെന്ന് എനിക്കറിയില്ല. കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം. പിന്നെ എരിവിൻ്റെ കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസും ചെയ്യാൻ പറ്റില്ല. ഈ ഷാപ്പിലെ തലക്കറി എന്നൊക്കെ പറയുമ്പോൾ നല്ല എരിവോടെ കിട്ടുന്നൊരു സാധനമാണ്. അപ്പോൾ എരിവോടെ തന്നെ കഴിക്കാൻ നോക്കുക. നല്ല ടേസ്റ്റാണ്. വെളിച്ചെണ്ണ യൂസ് ചെയ്യുക. ഓയിൽ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് നല്ല പോലെ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തേക്കണേ. സോ അടുത്ത വീഡിയോ കാണാം. ബൈ.